കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലറായി പ്രതിഫലമില്ലാതെ നിയമിച്ച മല്ലിക സാരാഭായ്ക്കു വേതനമായി ലക്ഷങ്ങൾ ഒഴുക്കി സംസ്ഥാന സർക്കാർ. സാമ്പത്തിക ബാധ്യതയുണ്ടാകില്ലെന്ന വ്യവസ്ഥയോടെ ചാൻസലർ പദവിയിൽ നിയമിച്ച മല്ലിക സാരാഭായ്ക്ക് 2 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ച് ഉത്തരവിറക്കിയത്. സർവകലാശാല ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാതിരിക്കുമ്പോഴാണ് സർക്കാരിന്റെ അധിക ചെലവ്. ജനം ബ്രേക്കിംഗ്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സർക്കാരിന്റെ എല്ലാ മേഖലയിലും സാമ്പത്തിക പിരിമുറുക്കമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ പോലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇഷ്ടക്കാർക്ക് ഇത്തരത്തിൽ വലിയ തുക അല്ലെങ്കിൽ ഭീമമായ തുക തീരെഴുതി കൊടുക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നാണ് നാഴിക്ക് 40 വട്ടം ധനമന്ത്രി KN ബാലഗോപാൽ ആവർത്തിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ 5 മാസത്തോളമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. സർക്കാർ ജീവനക്കാർക്കടക്കം ശമ്പളം കൃത്യസമയത്ത് ലഭ്യമാകാതെ മുടങ്ങുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വേതനമൊന്നുമില്ലാതെ നിലവിൽ നിയമിക്കുകയാണ് എന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ടുകൊണ്ട് നിയമിച്ച കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലർ മല്ലിക സാരാഭായ്ക്ക് ഇപ്പോൾ ലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് വകമാറ്റുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു രീതിയിലും വേതനം നൽകേണ്ട കാര്യമില്ല, വേതനമില്ലാതെ പ്രവർത്തിക്കുന്ന രീതിയിലേക്കാണ് ചാൻസലറെ നിയമിക്കുന്നത് എന്നുള്ളതായിരുന്നു അന്ന് സർക്കാരിന്റെ വാദം. പക്ഷേ 3 ലക്ഷം രൂപയോളം വേതനം, ഓണറേറിയം, ഒപ്പം തന്നെ ഓഫീസ് ആവശ്യങ്ങൾക്ക് ചെലവിനായി നൽകണമെന്നുള്ളതായിരുന്നു മല്ലിക സാരാഭായ് രജിസ്റ്റർ മുഖേന സർവകലാശാല രജിസ്ട്രാർ മുഖേന സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഇതിൽ 2 ലക്ഷം രൂപ നൽകാനുള്ള ഔദ്യോഗിക തീരുമാനത്തിന്റെ ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. 2 ലക്ഷം രൂപ നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വരികയും ചെയ്തത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, മാസത്തിൽ 1, 2, 3 തവണയാണ് ചാൻസലർ പദവിയിൽ ഇരിക്കുന്ന മല്ലിക സാരാഭായ് കേരളത്തിലേക്ക് എത്തുന്നത്. ആ സമയം ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ എക്സിക്യൂട്ടീവ് സീറ്റിൽ ഉൾപ്പെടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ നൽകുന്നത് സർവകലാശാലയാണ്. സർവകലാശാലയിലെ തന്നെ ജീവനക്കാർ മാസങ്ങളായി ശമ്പളം ലഭ്യമാകാതെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യം പല ഘട്ടങ്ങളിലും നിലനിൽക്കുമ്പോഴാണ് അവിടുത്തെ ചാൻസലർക്ക് ഇത്തരത്തിൽ ലക്ഷങ്ങൾ മുടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിൽ 2 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് മാത്രമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഒരു പക്ഷേ മുൻകാല പ്രാബല്യത്തോടുകൂടി ഉത്തരവ് നടപ്പിലാക്കണമെന്നുള്ള സർക്കാർ നടപടി കൂടി ഉണ്ടാവുകയാണെങ്കിൽ 1/2 കോടിയോളം രൂപ ഈ വകയിൽ മാത്രം മല്ലിക സാരാഭായ്ക്ക് സർക്കാർ നൽകേണ്ടതായി വരും എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. അതിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഈ ഒരു അധിക ചെലവ് എന്നുള്ളതാണ്. കാരണം ഇഷ്ടക്കാരെയായി തിരികെ കയറ്റിയ ഒരു നിയമനം കൂടിയായിരുന്നു ചാൻസലറിന്റെ സ്ഥാനത്തേക്ക് മല്ലിക സാരാഭായ് എന്നുള്ളതാണ്. ഗവർണർ വഹിക്കേണ്ട ചാൻസലർ പദവി പൂർണ്ണമായും അവിടെ നിന്നും ഒഴിവാക്കിക്കൊണ്ടാണ് കലാരംഗത്തെ പ്രമുഖ എന്നുള്ള രീതിയിൽ മല്ലിക സാരാഭായെ കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി നിയമിക്കുകയും ചെയ്തിട്ടുള്ളത്. അന്ന് സർക്കാർ ഉന്നയിച്ച അവകാശവാദങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടുകൂടിയാണ് ഇഷ്ടക്കാരിക്കും CPM സഹയാത്രിക കൂടിയായ മല്ലിക സാരാഭായ്ക്ക് ഇത്തരത്തിൽ ലക്ഷങ്ങൾ പൊതു ഖജനാവിൽ നിന്നും വകമാറ്റുന്നത്. ദേവിക. ശാലിനി, ഇത്രയും വലിയൊരു തുക മല്ലിക സാരാഭായ്ക്ക് വേതനമായി നൽകുമ്പോൾ ഇത് എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ മറുപടി ഇതിൽ ആവശ്യമാണ്. ഏതെങ്കിലും തരത്തിൽ അവരുടെ പ്രതികരണം തേടാൻ ശ്രമിച്ചിരുന്നോ? ദേവിക, നിലവിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് ധനവകുപ്പോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധികളോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഔദ്യോഗികമായി ഒരു ഉത്തരവ് മാത്രം പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ വ്യക്തമായിട്ടുള്ളൂ. സാംസ്കാരിക വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അടക്കമുള്ളവർ ഈ ഒരു നടപടിയിൽ വലിയ രീതിയിലുള്ള അമർഷം അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന നിയമനങ്ങൾ നടത്തരുതെന്നും ഗവർണർക്ക് തന്നെ, അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് തന്നെ ഇത്തരത്തിൽ ഈ ഒരു ചുമതല നൽകണമെന്നുള്ളൊരു അവകാശം അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യത കൂടി ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നടത്തുകയാണ്. കാരണം പുറത്തുനിന്ന് ഒരാളെ ഈ സർവകലാശാലയിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അവർ കേരളത്തിലേക്ക് എത്തുന്നതും അവരുടെ വാഹന ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ തന്നെ വഹിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ഹോട്ടലുകളിൽ വന്ന് താമസിക്കുന്നത് അടക്കമുള്ള ചെലവുകൾ സർക്കാരിനും ഇല്ലെങ്കിൽ ഈ സർവകലാശാലയ്ക്ക് കീഴിലായി പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. നിലവിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് കൽപ്പിത സർവകലാശാല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടയിൽ ഒരു അധിക ബാധ്യത കൂടിയായി ഈ ഒരു നിയമനവും ചാൻസലർ പദവി എന്നുള്ളതാണ് ഇപ്പോൾ വിമർശനമായി ഉയരുകയും ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, നിലവിൽ ഈ ഒരു സാധ്യത തുടരുകയാണെങ്കിൽ വരുന്ന മറ്റ് സർവകലാശാലകളിലും ചാൻസലർമാരായി ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടക്കുകയാണെങ്കിൽ അവിടെയും സമാനമായി വേതനം നൽകേണ്ടി വരും. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇനിയും സൃഷ്ടിക്കുന്നത് കൂടിയായി ഈ നടപടി മാറുമെന്നുള്ളതിൽ സംശയമില്ല. ദേവിക. റൈറ്റ്, ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.